ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ചെറിയച്ഛനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് മീരയെ വിളിക്കുന്നു. എന്നിട്ട് പറയും ചെറിയച്ഛനല്ലേ എന്ന്. അപ്പം തന്നെ നമ്മുടെ മീരയ്ക്ക് മനസ്സിലാവും കേട്ടോ, ഓ എവിടെയോ കുടുങ്ങിക്കിടക്കാണല്ലേ, ഇനിയിപ്പം ഞാൻ ആ ബീരാനാവണമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്കിളിന് സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ മരിച്ചു പോയവർക്ക് സുഖാണോ എന്നൊക്കെ എനിക്ക് എങ്ങനെ അറിയാം, നീ ആ മുകളിൽ പോയി അന്വേഷിച്ച് വരേണ്ടി വരും അല്ലേ എന്ന് ചോദിക്കട്ടെ മീര. അതെ അങ്കിൾ, അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയുമ്പോ എടി നിനക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ശ്രുതി പറയും, അതെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ഞങ്ങളെ ഒരു പുതിയ വീട് എടുത്തിട്ടുണ്ട്, അതില് 70 ലക്ഷത്തിന്റെ കുറവുണ്ട്, അങ്കിൾ എങ്ങനെങ്കിലും പറഞ്ഞ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് ആ പണം ഒന്ന് അയച്ചു തരാവോ എന്ന് ചോദിക്കുമ്പോ 70 ലക്ഷമല്ല, നിനക്ക് 70 കിലോ ചിക്കൻ അയച്ചു തരാ, അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ പോരാ അങ്കിൾ, എങ്ങനെയെങ്കിലും അച്ഛനോട് ഒന്ന് പറയേ അങ്കിൾ എന്നൊക്കെ പറയട്ടെ ശ്രുതി ഇവിടെ കിടന്ന്. അപ്പൊ മീര പറയും, നിന്റെ അമ്മായിയമ്മ ചോദിച്ചതായിരിക്കില്ലേ, അയമ്മയ്ക്ക് വേറെ പണിയൊന്നില്ലേ, പണമൊന്നും ഇല്ലാന്ന് പറ, നീ എന്നാടി നന്നാവാൻ പോകുന്നേ, ദേ ശ്രുതി ഒരിക്കൽ നീ പിടിക്കപ്പെടും കേട്ടോ എന്ന് പറയുന്നു മീര. ഞങ്ങളുടെ ഈ അവസ്ഥയെ രക്ഷിക്കാൻ അങ്കിളിന് മാത്രമേ സാധിക്കുള്ളൂ, എന്ത് പ്ലീസ് അങ്കിൾ അച്ഛനോടൊന്നും പറയോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് വീഴും കേട്ടോ. അത് നമ്മുടെ രേവതിയാണ് എടുത്തു കൊടുക്കുന്നത്. പക്ഷെ രേവതി കാണുന്നില്ല കേട്ടോ, മീരയ്ക്കാണ് ഫോൺ വിളിക്കുന്നതെന്ന്. അത് പേടിച്ചുകൊണ്ടാണ് ശ്രുതി വാങ്ങിക്കുന്നത്. എന്നിട്ട് പറയും, കേൾക്കുന്നുണ്ട് അങ്കിൾ, ഞാൻ പറഞ്ഞത് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ ശ്രുതി നിനക്ക് രക്ഷപ്പെടാനുള്ള ആകെ ഒരവസരമാണ്, അവരുടെ മുൻപിൽ നീ ചെയ്ത തെറ്റുകളൊക്കെ സമ്മതിച്ച് അവരുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുക എന്ന് പറയുമ്പം അത് നടക്കത്തില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ മീര പറയും, നീ വെച്ചിട്ട് പോയേന്ന് പറഞ്ഞിട്ട് കട്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ ഇളയച്ചൻ പറഞ്ഞതെന്ന്. ഞാൻ പറയുന്നത് ആൻറ്റിയും കേട്ടതാണല്ലോ, ഇപ്പോൾ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന്, അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസായിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അയ്യോ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, അച്ഛൻ എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് വിട്ടിട്ട് എൻ്റെ ഷെയറിങ് തന്നേക്കെന്ന് പറയും. അന്നേരം രവി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വീട് വിൽക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് എണീറ്റ് പോവാട്ടോ. അതിനുശേഷം അമ്മ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എല്ലടാ ഈ വീട് വിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കുമെന്ന് പറയേ. അങ്ങനെ അവരൊക്കെ എണീറ്റ് പോകുന്നു. അപ്പോൾ സച്ചി പോകുമ്പോൾ നമ്മുടെ രേവതി കൈ പിടിച്ച് നിർത്തിയിട്ട് പറയും, അല്ല ശ്രുതി ഇപ്പോൾ സംസാരിച്ചത് അവളുടെ ചെറിയച്ഛനോട് തന്നെയാണോ എന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ, അവളുടെ ചെറിയച്ഛനോട് സംസാരിക്കുന്ന പോലെ ആയിരുന്നല്ലോ എന്ന് പറയും. അല്ല, അവൾ പതുക്കെയല്ലേ സംസാരിച്ചേ, അവള് തന്നെ ചോദ്യവും ഉത്തരം പറയുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ, ആണോ അങ്ങനെയാണോ, അപ്പോൾ തട്ടിപ്പായിരുന്നല്ലേ, ഇമ്മാതിരി ഫ്രോഡുകൾ ഞാൻ കണ്ടിട്ടില്ല, നമുക്കേ ആ ഫോണൊന്ന് എടുത്ത് നോക്കിയാലോ എന്ന് പറയും. അയ്യോ അതൊന്നും വേണ്ട സച്ചിയേട്ടാ, അതൊക്കെ പിടിക്കപ്പെടും, ഇതൊക്കെ ഒരിക്കൽ കാലം തെളിയിക്കും എന്ന് നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ്.